ജനസംഖ്യ അല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. 30 വർഷം ഉണ്ടായിരുന്ന ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെക്കാൾ നിരവധി എണ്ണം കൂടിയിട്ടുണ്ട്. ജനസംഖ്യ തന്നെ ലക്ഷക്കണക്കിന് നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ലാറ്റുകൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. ആശുപത്രികൾ വന്നിട്ടുണ്ട്. മോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് USTയിൽ പോയിരുന്നു. USTയിൽ മാത്രം 7000 ജീവനക്കാരുണ്ട്. എല്ലാ വിഭാഗത്തിലും കൂടെ പണിയെടുക്കുന്ന 7000 ജീവനക്കാരുണ്ട്. UST 30 വർഷത്തിനിപ്പുറമാണ് വന്നത്. അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 800 IT സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ ഇത്രയും പേരിൽ നല്ലൊരു ശതമാനവും പട്ടണത്തിന് പുറത്തുനിന്ന് വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ പലരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 30 വർഷം മുൻപുണ്ടായിരുന്ന ജനസംഖ്യയുടെ കണക്കിനിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. വേനൽ വരുമ്പോഴേക്കും, വേനൽ കടുക്കുമ്പോൾ പലപ്പോഴും അരുവിക്കരയിലെ ജലസംഭരണികൾ വറ്റാറുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്ന് ആദ്യത്തെ നാളുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ വിവരം ബോധ്യപ്പെടുകയും നെയ്യാറിൽ നിന്നുൾപ്പെടെ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഭാവിയിലെങ്കിലും ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത വളരെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതിൽ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ്റെ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും സഹകരണവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായും ജലവിതരണത്തിൽ കോർപ്പറേഷൻ്റേതായ ഇടപെടലുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാധ്യമപ്രവർത്തകർ പരിശോധിച്ചാൽ അറിയാം, നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇത്രത്തോളം ടാങ്കറുകൾ സൗജന്യമായി കുടിവെള്ളവുമായി നഗരത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നാളിതുവരെ കണ്ടിട്ടില്ല. 100 കൗൺസിലർമാരോട് ആരോട് നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഒരുപക്ഷെ ടാങ്കറിൻ്റെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും റൂട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ താമസിക്കാറുണ്ട്. പക്ഷേ കൗൺസിലർമാർ വിളിച്ചാൽ ആ എത്തിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ആ ഓരോ പ്രദേശത്തുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ടാങ്കറിൽ സൗജന്യമായി വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻപ് ഇത് ഞാനൊരു പത്രത്തിൽ കണ്ടു, വലിയ ടാങ്കുകൾ പല സ്ഥലത്തും വയ്ക്കുമായിരുന്നു എന്ന് വാർത്ത കണ്ടു. ടാങ്കുകൾ വെച്ചാൽ അവിടെ പോയി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീണ്ടും സംവിധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് ചെറിയ ടാങ്കറുകൾ, ഈ ടാങ്കുകൾ വയ്ക്കുന്നതിന് പകരം 20,000 ലിറ്ററിൻ്റെ ടാങ്കറുകൾ ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും ഇട്ടിട്ട് 2,000 ലിറ്ററിൻ്റെയും 5,000 ലിറ്ററിൻ്റെയും ചെറിയ ചെറിയ ടാങ്കറുകൾ ഇടറോഡുകളിൽ ഓടുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ വലിയ കണ്ടെയ്നറും കൊണ്ട് അവർ പോയി എടുക്കണമല്ലോ, വീണ്ടും അതിൻ്റെ സംവിധാനം വേണമല്ലോ. അത് ജനങ്ങളുടെ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് 20,000 ലിറ്ററിൻ്റെ ടാങ്കർ തന്നെ റോഡിലിട്ടിട്ട് എങ്ങോട്ടാണ് ആവശ്യം അതിലിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ശുഷ്കാന്തിയോടെ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. ഓരോ വാർഡിലും ഓരോ ടാങ്കർ വിട്ടു കൊടുത്തിരിക്കുകയാണ്. നാളിതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ വേണം. അതിന് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ആ ഭാഗത്തും നിർവഹിക്കും. പ്രത്യേകിച്ചും BJP കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും. അത് തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയും കൂടി ഭാഗമാണ് ഇതെന്നു കൂടിയുള്ള വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടും. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം ഒരു 1000 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അവരുടെ മാത്രം ഉത്തരവാദിത്വം ആണ് എന്നുള്ള നിലപാടിലേക്ക് പോകരുത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്യുകയാണ്. പക്ഷേ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ഇടപെടലും ആവശ്യമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയല്ലേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഡയറക്ഷൻ കൊടുത്തത്. അത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ആ ഭാഗത്തുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് ചെയ്തത്.
ഞാൻ അതിലേക്ക് അതിലപ്പുറം ഇപ്പം കടക്കുന്നില്ല.